അവന്റെ ചേച്ചി 7 മാസം പ്രഗ്നന്റ് ആന്നാ പറഞ്ഞ. പോരാത്തതിന് ആ മൂത്ത ചെക്കന് 2 വയസ്സായിട്ടുള്ളൂ. കരച്ചിലോട് കരച്ചില്ലാന്നാ പറയണേ. അവന് ചേട്ടപ്രാവശ്യം ബോർഡറിലാണല്ലോ അല്ലേ. പോരാത്തതിന് പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം. പാകിസ്ഥാനായിട്ടല്ല, അവിടുത്തെ തീവ്രവാദികളാണ് ഇതിന്റെ സ്കെച്ച് ചെയ്തടിക്കണേ. ഈ തീവ്രവാദികളും പാകിസ്ഥാനെ കുറെ കണക്കാ. അവിടുത്തെ ഗവൺമെന്റിന് വലിയ പവറില്ലേ, ആർമിക്കുള്ള എയിം. അല്ലെങ്കിലും ആ ഗവൺമെന്റിന് എന്ന് ആർമിക്ക് മുകളിൽ പവർ വരുന്നോ അന്നാണ് ഇതിനൊക്കെ ശമനം ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ വെയിറ്റ് ചെയ്യണ ഇതിനൊക്കെയുള്ള പവറിൽ ഇന്ത്യക്ക് ഈ തീവ്രവാദം കൊണ്ട് നടക്കുന്ന രോമങ്ങളെ കാലേക്ക് കളയണം. കാര്യം ഇന്ത്യ നമ്മുടെ സേഫ്റ്റി നോക്കി മാക്സിമം കാഷ്വാലിറ്റി കുറവാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ പരിപാടി ഒപ്പിക്കണത്. എന്നാലും ഇഷ്യൂ ഒക്കെ നടക്കണല്ലേ, ഇടയ്ക്കലും തലക്കിലും നിന്നൊക്കെ നമ്മുടെ ആൾക്കാരും പോവാല്. നീ ഒന്ന് ആലോചിക്ക്, അന്ന് നമുക്കറിയാവുന്ന ആൾക്കാരും കൂടിയാണെങ്കിൽ ആറ്റങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്ക്. പാകിസ്ഥാൻ ബോർഡറിൽ ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ പട്ടാളക്കാരൻ്റെ വീട്ടിലൊരു സമാധാനം ഉണ്ടാവില്ല. പോരാത്തതിന് അവിടെ യുദ്ധം കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് ആ പട്ടാളക്കാരൻ്റെ വീട്, എന്തെങ്കിലും അവർക്കൊരു സമാധാനം ഉണ്ടാവും. ഇപ്പം എൻ്റെ കേസിൽ തന്നെ അമ്മയെ അടുത്തേക്ക് ആകെ സീനാണ്. സംഭവം എനിക്ക് വിഷമണ്ടാ, പക്ഷെ നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ പറ്റൂ. ഒന്നുകൂടി നമ്മുടെ ചേട്ടനല്ലേ. ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിരുന്ന ആളങ്ങനെ വിളിച്ചാൽ കിട്ടുന്നില്ലടാ. ഇപ്പം ലാസ്റ്റ് വിളിച്ചപ്പോൾ ആള് പവറില്ല, ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ആള് പറയുന്നത് നിന്റെ ചേട്ടനെ പോലത്തെ 100,000 ചേട്ടന്മാരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കണമെന്ന്. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷമായി. ഒരു പട്ടാളക്കാരൻ വീരമൃത്യു അണഞ്ഞു വരുമ്പോൾ അയാൾക്ക് അയാളുടെ നാട് കൊടുക്കുന്ന വിശ്വാസവും സ്നേഹവും ആദരവും ഒരിക്കലും ആ പട്ടാളക്കാരെ അറിയില്ലല്ലോ. പക്ഷെ അറിയൂ, മറ്റു പട്ടാളക്കാരെ അറിയും. നാടിന് വേണ്ടി ജീവൻ കൊടുത്ത ഈ പട്ടാളക്കാർക്ക് നാട് കൊടുക്കണ സ്നേഹവും ആദരവും വിശ്വാസം കാണുമ്പോൾ മറ്റു പട്ടാളക്കാർക്ക് ഇതൊരു പ്രചോദനവും വീരമൃത്യു വരിക്കാൻ. സംഭവം ഇന്ത്യക്കുള്ളിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇന്ത്യക്കാരെ ഒറ്റക്കെട്ടാ. ഇപ്പൊ നീ പറയുന്ന കാര്യങ്ങൾ ഇട്ടിട്ട് എനിക്ക് വരെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഈ വണ്ണം വെച്ചിട്ട് എന്നെ ആർമിയിൽ ചേർക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോയി നിൽക്കട ബോർഡറിൽ. എടാ, പാകിസ്ഥാൻ തീവ്രവാദികൾ നമുക്ക് വിഷയമില്ല. നമ്മുടെ നാട്ടിൽ നിന്നിട്ട് തീവ്രവാദം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ എല്ലാവർക്കും പറ്റുന്നില്ല. അതിന് നമ്മൾ അങ്ങനെ ചെയ്യണം എന്നല്ല പറയണത്. ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്ന ആൾക്കാർ, അതായത് പട്ടാളക്കാർ, അവരാ എഫേർട്ടിനെ നമ്മൾ മാനിക്കണം, കുറ്റം പറയാൻ പാടില്ല. അവർ നമുക്ക് വേണ്ടി എടുക്കണ എഫേർട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ പറയണ 2 നല്ല വാക്കുകളാ, 2 നല്ല കമൻറ്റുകളാ, എന്തെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അവരവിടെ കാണും. അപ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം, അതാണ് അവരുടെ മോട്ടിവേഷൻ. നമ്മൾ അത്രയൊക്കെ ചെയ്താൽ മതി. അല്ലാണ്ട് തോക്കും ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ബോർഡറിൽ പോയി നിൽക്കണം എന്നല്ല പറയണത്.